മധ്യപൂർവ്വ ദേശത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിസ്തൃതി കൊണ്ട് ഒരു കൊച്ചു രാജ്യമാണെങ്കിലും സൈനിക കരുത്തിൽ ലോകത്തെ വമ്പന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രാഷ്ട്രമാണ് ഇസ്രയേൽ. 1948 സ്ഥാപിതമായ ഈ ജൂതരാഷ്ട്രം പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും എങ്ങനെയാണ് ഇന്നത്തെ അത്യാധുനിക യുദ്ധതന്ത്രജ്ഞ രാജ്യമായി മാറിയത്? ഇതിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ പരിശോധിക്കാം. പോരാട്ടങ്ങളിൽ മുളപൊട്ടിയ രാഷ്ട്രം. ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമാകുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തങ്ങളുടെ സുരക്ഷയ്ക്കായി ജൂത സമൂഹങ്ങൾ സായുധ പ്രതിരോധം ശീലിച്ചിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് തദ്ദേശീയമായ ആക്രമണങ്ങളെ ചെറുക്കാൻ ഹഗാന, ഇർഗുൻ, ലേഹി തുടങ്ങിയ അർദ്ധ സൈനിക വിഭാഗങ്ങൾ അവർ രൂപീകരിച്ചു. 1948 രാജ്യം നിലവിൽ വന്ന ഉടനെ അയൽപ്പക്കത്തുള്ള അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെ ആക്രമിച്ചു. അംഗബലത്തിൽ വളരെ പിന്നിലായിരുന്നിട്ടും അസാമാന്യമായ യുദ്ധതന്ത്രങ്ങളിലൂടെ ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി. നിരന്തരമായ ജാഗ്രതയും യുദ്ധസന്നദ്ധതയും മാത്രമാണ് നിലനിൽപ്പിനുള്ള ഏക മാർഗം എന്ന തിരിച്ചറിവാണ് ഇസ്രായേലിൻ്റെ പിൽക്കാല സൈനിക നയങ്ങൾക്ക് അടിത്തറയിട്ടത്. നേഷൻ ഇൻ ആംസ്. ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേലിലെ ജനസംഖ്യ വളരെ കുറവാണ്. ഈ പരിമിതി മറികടക്കാൻ അവർ നടപ്പിലാക്കിയതാണ് നിർബന്ധിത സൈനിക സേവനം. 18 വയസ്സ് തികയുന്ന എല്ലാ പൗരന്മാരും, പുരുഷന്മാർ 3 വർഷവും സ്ത്രീകൾ 2 വർഷവും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കണം. സേവനകാലം കഴിഞ്ഞാലും ഇവർ റിസർവ് സേനയുടെ ഭാഗമായിരിക്കും. ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരെ സുസജ്ജരായ പോരാളികളാക്കി മാറ്റാൻ ഇസ്രായേലിന് സാധിക്കും. ഈ സംവിധാനം സൈന്യത്തെയും സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം ബന്ധിപ്പിക്കുന്നു. 1967 6 ദിന യുദ്ധത്തിലും 1973 യോം കിപ്പോർ യുദ്ധത്തിലും ഈ പൗരസേനയുടെ കരുത്ത് ലോകം കണ്ടതാണ്. തന്ത്രപരമായ വളർച്ചയും നിർണായക യുദ്ധങ്ങളും. ഇസ്രായേലിൻ്റെ സൈനിക ചരിത്രത്തെ മാറ്റിമറിച്ചത് 3 പ്രധാന യുദ്ധങ്ങളാണ്. 1956 സൂയിസ് പ്രതിസന്ധി. ശത്രുവിൻ്റെ മണ്ണിൽ കയറി ആക്രമിക്കാനുള്ള തങ്ങളുടെ ശേഷി ഇസ്രായേൽ തെളിയിച്ചു. 1967 6 ദിന യുദ്ധം. വെറും 6 ദിവസം കൊണ്ട് ഈജിപ്ത്, ജോർദാൻ, സിറിയ എന്നീ രാജ്യങ്ങളെ പരാജയപ്പെടുത്തി ഗസ, വെസ്റ്റ് ബാങ്ക്, ഗോലാൻ കുന്നുകൾ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകൾ ഇസ്രായേൽ പിടിച്ചെടുത്തു. 1973 യോം കിപ്പോർ യുദ്ധം. അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിൽ നിന്നും പതറാതെ തിരിച്ചടിച്ച ഇസ്രായേൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെയും മുൻകൂർ തയ്യാറെടുപ്പുകളുടെയും പ്രാധാന്യം ഈ യുദ്ധത്തിലൂടെ മനസ്സിലാക്കി. സാങ്കേതിക വിദ്യയും ആധുനിക യുദ്ധമുറകളും. വൈരികളുടെ എണ്ണക്കൂടുതലിനെ സാങ്കേതിക മികവ് കൊണ്ട് നേരിടുക എന്നതാണ് ഇസ്രായേൽ ശൈലി. ഇതിനായി രാജ്യം വലിയൊരു ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തന്നെ കെട്ടിപ്പടുത്തു. മിസൈൽ പ്രതിരോധത്തിനായി അയൺ ഡോം പോലുള്ള വിഖ്യാതമായ സംവിധാനങ്ങൾ തയ്യാറാക്കി. ഡ്രോണുകളും സൈബർ യുദ്ധവും ചാരപ്രവർത്തനത്തിലും ഡിജിറ്റൽ യുദ്ധമുറകളിലും ഇസ്രായേലിനെ ലോക നേതാവാക്കി. സൈനിക സേവനത്തിനിടെ യുവാക്കൾ നേടുന്ന സാങ്കേതിക വൈദഗ്ധ്യം പിന്നീട് രാജ്യത്തെ ഹൈടെക് വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാക്കി. സാധാരണ യുദ്ധങ്ങൾക്ക് പുറമെ നഗരങ്ങൾക്കുള്ളിലെ പോരാട്ടങ്ങളിലും തുരങ്ക യുദ്ധങ്ങളിലും ഇസ്രായേൽ സൈന്യം ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ചവരാണ്. ഇസ്രായേൽ ഒരു സൈനിക ശക്തിയായി മാറിയത് അവർ ആഗ്രഹിച്ചു നേടിയ ഒന്നല്ല, മറിച്ച് നിലനിൽപ്പിനായി അവർക്ക് മുന്നിലുണ്ടായിരുന്ന ഏക വഴിയായിരുന്നു. കൃത്യമായ ആസൂത്രണം, പൗരന്മാരുടെ അചഞ്ചലമായ ദേശസ്നേഹം, ശാസ്ത്രീയമായ വളർച്ച എന്നിവ ഒത്തുചേരുമ്പോൾ ഇസ്രായേൽ ലോകത്തെ ഏറ്റവും ശക്തമായ പ്രതിരോധ കവചങ്ങളിലൊന്നായി പരിണമിച്ചു.